ഇന്ന് പലരും രാമായണം വായിക്കുന്നുണ്ടെങ്കിലും വളരെ കുറച്ച് പേർ മാത്രമേ അതിൻ്റെ സാരം മനസ്സിലാക്കുന്നുള്ളൂ. തത്വം ഉൾക്കൊള്ളാതെയും ഹൃദയത്തിൽ ഭക്തി ഉണരാതെയുമുള്ള രാമായണ പാരായണം യാന്ത്രികമായ ആചാരം മാത്രമാണ്. രാമായണത്തിൻ്റെ മുഖ്യ സന്ദേശം ത്യാഗമാണ്. തങ്ങൾ നിലകൊള്ളുന്ന ആദർശത്തിന് വേണ്ടി സർവവും ത്യജിക്കാൻ തയ്യാറായ എത്രയോ കഥാപാത്രങ്ങൾ രാമായണത്തിലുണ്ട്. രാവണനും ഭരതനും ലക്ഷ്മണനും സീതയും ഹനുമാനും എല്ലാവരും തങ്ങളുടെ ധർമ്മത്തിന് വേണ്ടി കഠിന ദുഃഖങ്ങൾ സ്വയം സഹിക്കാൻ തയ്യാറായി. ആരാണ് ഏറ്റവും ഉത്തമൻ എന്ന് പറയാൻ കഴിയാത്ത വിധം ഓരോ കഥാപാത്രവും ഒന്നിനൊന്ന് വെട്ടിത്തിളങ്ങി നിൽക്കുകയാണ്. ഇന്ന് പലരും രാമായണം വായിക്കുന്നുണ്ടെങ്കിലും വളരെ കുറച്ച് പേർ മാത്രമേ അതിൻ്റെ സാരം മനസ്സിലാക്കുന്നുള്ളൂ. തത്വം ഉൾക്കൊള്ളാതെയും ഹൃദയത്തിൽ ഭക്തി ഉണരാതെയുമുള്ള രാമായണ പാരായണം യാന്ത്രികമായ ആചാരം മാത്രമാണ്. രാമായണ മാസാചരണം രാമായണ വായനയിൽ മാത്രം ഒതുക്കാതെ കുടുംബങ്ങൾ ഒരുമിച്ചിരുന്ന് അതിലെ തത്വങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ ഇതെങ്ങനെ നടപ്പാക്കണമെന്ന് ചിന്തിക്കണം. ആദർശങ്ങൾ ജീവിതത്തിൽ പകർത്താൻ കഴിയുന്നില്ലെങ്കിൽ അവയുടെ യഥാർത്ഥ പ്രയോജനം നമുക്ക് ലഭിക്കില്ല. പല പണ്ഡിതന്മാർ ചേർന്ന ഒരു സദസ്സിൽ രാമായണത്തിന് ഏറ്റവും നല്ല വ്യാഖ്യാനം ഏതാണെന്ന് ചർച്ച ചെയ്യുകയായിരുന്നു. ഒരു പണ്ഡിതൻ എനിക്ക് ഇന്നയാൾ എഴുതിയ വ്യാഖ്യാനമാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു. ഇന്നത്തെ ജനത്തിന് മനസ്സിലാകുന്ന രീതിയിലാണ് അത് എഴുതിയിരിക്കുന്നത് എന്നാ പണ്ഡിതൻ പറഞ്ഞു. മറ്റൊരു പണ്ഡിതൻ പറഞ്ഞു എനിക്ക് കാവ്യരൂപത്തിൽ എഴുതിയ ഇന്ന വ്യക്തിയുടെ വ്യാഖ്യാനമാണ് എനിക്കിഷ്ടമെന്ന് പറഞ്ഞു. പല പല അഭിപ്രായങ്ങളും വന്നു. എന്നാൽ ഒരു പണ്ഡിതൻ പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്ക് എൻ്റെ അമ്മ എഴുതിയ വ്യാഖ്യാനമാണ് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞു. ഓ, നിങ്ങളുടെ അമ്മ രാമായണത്തിന് വ്യാഖ്യാനം രചിച്ചിട്ടുണ്ടോ? ആ പണ്ഡിതൻ തിരിച്ചു പറഞ്ഞു, എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് എൻ്റെ അമ്മ രാമായണ കഥകൾ കേൾപ്പിച്ചു തരുമായിരുന്നു. അതിന് ഞാൻ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. സത്യം പറയണം, മൂത്തവരെ ബഹുമാനിക്കണം, ഈശ്വരഭക്തി ഉണ്ടാകണം, ആരെയും വഞ്ചിക്കരുത്, എപ്പോഴും മൃദുവായി സംസാരിക്കണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു. മാത്രമല്ല അമ്മയും സ്വന്തം ജീവിതത്തിൽ രാമായണ പാഠങ്ങൾ ഉൾക്കൊണ്ടിരുന്നു. അതിനാൽ അതുതന്നെയാണ് രാമായണത്തിന് ഏറ്റവും നല്ല വ്യാഖ്യാനം. അമ്മ ചെയ്യുന്നതെല്ലാം ധാർമ്മികമായ പ്രവൃത്തി തന്നെ ആയിരുന്നു. വായിക്കുകയും അമ്മ അത് ചെയ്തും കാണിച്ചു തന്നു. അങ്ങനെ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി തയ്യാറാക്കിയ രാമായണമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. രാമായണം വായിക്കുന്ന മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തി കൊണ്ടുവരണം. അപ്പോൾ ജീവിതം കൊണ്ടുകൂടി പഠിപ്പിക്കുമ്പം ശരിക്കൊരു മാതൃകയാകും. ഒരു 80 വയസ്സ് 85 വയസ്സുള്ള അച്ഛന്മാരെ അമ്മ പല കുടുംബത്തിലും കണ്ടിട്ടുണ്ട്. അവരൊക്കെ അതേ രീതിയിൽ തന്നെ ചേട്ടനെ ഒരു രീതി വിഷമിക്കരുത്, അനിയനും ഒരിക്കലും വിഷമിക്കരുത്, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അത് ഈ രാമായണമാണ് അവരെ ആ സഹോദര ബുദ്ധിപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകുന്നു. പക്ഷെ മക്കളുടെ തലമുറയായപ്പോൾ ആ സ്വഭാവം തിരിച്ച് അച്ഛനെ കുത്തി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ അച്ഛൻ അതിൻ്റെ അടുത്ത് കരയും, മക്കളിങ്ങനെ എന്ന് പറഞ്ഞു. അതാണ് പണ്ടുള്ള കൂട്ടുകുടുംബം. അച്ഛൻ മരിച്ച പിന്നെ ചേട്ടനാണ് നോക്കുന്നത്. സ്വന്തം മക്കളെ പോലെ അനിയന്മാരുടെ മക്കളോടും അതുപോലെ തന്നെ സ്നേഹം വരും. പെങ്ങന്മാരുടെ കൂട്ടുകുടുംബമല്ലേ, എല്ലാം ഒരേപോലെ. എന്ത് വന്നാലും അല്പം പോലും സ്വന്തം മക്കൾക്ക് വേണ്ടി ചെയ്യത്തില്ല. എനിക്കറിയുന്ന കൂട്ടുകുടുംബങ്ങൾ പലതും ഉണ്ട്. പക്ഷേ ഈ മൂത്ത അച്ഛനാണ് ബിസിനസ് നടത്തുന്നത്. ഒരേപോലെ അല്പം പോലും വ്യത്യാസപ്പെടുന്നില്ല വിധിക്ക് കൊടുത്തത്. ഒരു 48 വർഷം കൊണ്ട് പല പല കുടുംബങ്ങളിലും ചിലയിടത്തൊക്കെ വിട്ട് പോയി സ്വാർത്ഥ വരുന്നുണ്ട്. കുട്ടികൾക്ക് എങ്ങനെ നിഗ്രഹിച്ചിട്ട് സ്വത്ത് പിടിച്ച് വലിച്ചെടുക്കണം എന്നുള്ള അച്ഛൻ്റെ സംസ്കാരം ധർമ്മത്തിന് നിൽപ്പുണ്ട്. എന്താ രാമായണമൊക്കെ വായിച്ച് വന്ന ആ ഭരതൻ്റെയും ലക്ഷ്മണൻ്റെയും ഒക്കെ സ്വഭാവം പോലുള്ള സഹോദരങ്ങളുണ്ട് പല കുടുംബത്തിലും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് തത്വമില്ല. മറ്റവർക്ക് ആ തത്വം ഗ്രഹിച്ചുകൊണ്ട് രാമായണത്തിൻ്റെ തത്വത്തിൽ തന്നെ അവരും ജീവിച്ചു പോകുന്നു.